Let's start. The last class we discussing about objects and classes, how to create objects and classes, right? So in an object and class create നിങ്ങളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ ക്ലാസ് മെമ്പേഴ്സിനെ എങ്ങനെ ആക്സസ് ചെയ്യാം? This is the general form of class declaration. The keyword class, then class name, curly brace open, then access specifier colon, data members and member function, then curly brace close area, then semicolon. Okay, so ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ് നെയിം, ഒബ്ജക്റ്റ് നെയിം, then semicolon. Then class members എങ്ങനെ ആക്സസ് ചെയ്യാം? യൂസിങ് dot operator, right? Here, Geek is a class, then consists of data member, Geek name, and member function, print name. അല്ലെ നമ്മൾ എങ്ങനെ ആക്സസ് ചെയ്തത്? ഫസ്റ്റ് ഇൻസൈഡ് ദ മെയിൻ ഫംഗ്ഷൻ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു ഫോർ ദ ക്ലാസ് Geeks. Then ഡാറ്റ മെമ്പറിനെ എങ്ങനെ ആക്സസ് ചെയ്തത്? opj1.geekName equal to that name അവിടെ അസൈൻ ചെയ്തു. Then opj1.printName ആ ഫംഗ്ഷനെ കോൾ ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് ഫംഗ്ഷൻ ഡെഫിനിഷൻ ഇൻസൈഡ് ദ ക്ലാസ് എഴുതാം, അല്ലെങ്കിൽ എന്താ ഔട്ട്സൈഡ് ദ ക്ലാസ് എഴുതാം. ഔട്ട്സൈഡ് ദ ക്ലാസ് എഴുതുമ്പോൾ എങ്ങനെയായിരുന്നു സിൻടാക്സ്? ദ ഫംഗ്ഷൻ റിട്ടേൺ ടൈപ്പ്, ദ ക്ലാസ് നെയിം, ദെൻ രണ്ട് കോളൻ അല്ലെ, ഇതിനെ പറയും സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ. ഓക്കെ, ഇതിന്റെ പർപ്പസ് എന്താണ്? അതായത് ഫംഗ്ഷൻ ഏത് ക്ലാസ്സിൽ ബിലോങ് ചെയ്യുന്നു, ഇതാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ ഫംഗ്ഷൻ നെയിം, ദെൻ ഇവിടെ എന്താ നിങ്ങൾക്ക് ഫംഗ്ഷന്റെ ടാസ്ക് ഇവിടെ ഡിഫൈൻ ചെയ്യാം, ഫംഗ്ഷനെ ക്ലോസ് ചെയ്യാം. ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. Okay, then next topic, how to initialize the objects. നമുക്കൊരു ഒബ്ജക്റ്റിനെ എങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യാം? ഒബ്ജക്റ്റിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ മീൻസ് അതിലെ ഡാറ്റ മെമ്പേഴ്സിന് എങ്ങനെ വാല്യൂ അസൈൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ക്ലാസിന്റെ ക്ലാസ് എ കൺസിസ്റ്റ് ഓഫ് 2 ഡാറ്റ മെമ്പർ എ ബി. ഓക്കെ, എനിക്ക് ഈ മെമ്പേഴ്സിന് വാല്യൂ അസൈൻ ചെയ്യണം. നിങ്ങൾക്കറിയാം ഏതൊരു ഒബ്ജക്റ്റ് ആയാലും അതിൽ എന്തെങ്കിലും ഡാറ്റ മെമ്പേഴ്സ് ഉണ്ട്, ദെൻ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഒബ്ജക്റ്റിനെ ഇനീഷ്യലൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? അതിലെ ഡാറ്റ മെമ്പേഴ്സിന് വാല്യൂ അസൈൻ ചെയ്യാം. ഓക്കെ, സോ ഞാൻ എ ആൻഡ് ബി ഈ രണ്ട് ഡാറ്റ മെമ്പേഴ്സിന് വാല്യൂ എങ്ങനെയൊക്കെ അസൈൻ ചെയ്യാം? എങ്ങനെയൊക്കെ അസൈൻ ചെയ്യാം? ഒരു മെത്തേഡാണ് സീരീസ് പ്രോഗ്രാം. ഒരു ക്ലാസ് ഉണ്ട് എ, ദെൻ 2 മെമ്പേഴ്സ് ഉണ്ട് എ ആൻഡ് ബി, ദെൻ ഒരു മെമ്പർ ഫംഗ്ഷൻ ഡിസ്പ്ലേ the value of a and b. ഓക്കെ, ഞാനിവിടെ ക്ലാസ് ക്ലോസ് ചെയ്യാണ്. ദെൻ നെക്സ്റ്റ് മെയിൻ ഫംഗ്ഷൻ അല്ലെ, ദെൻ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്.
ഞാൻ ഈ ഒബ്ജക്റ്റ് ത്രൂ വാല്യൂ അസൈൻ ചെയ്യാണ്. അതായത് obj.a=10, obj.b=20. അപ്പോഴെന്താ, എയുടെ വാല്യൂ എന്തായി, 10 ആയി, ബിയുടെ വാല്യൂ 20 ആയി. ഓക്കെ, നമുക്ക് ഈ വാല്യൂ എന്താ, ഒബ്ജക്റ്റിന് വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യാം. അതായത് ഡാറ്റ മെമ്പേഴ്സിന് വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യാം. ഓക്കെ, ദെൻ obj.display എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എവിടത്തേക്ക് വരും, കൺട്രോൾ ഇവിടത്തേക്ക് വരും. എ ആൻഡ് ബിയുടെ വാല്യൂ പ്രിന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഔട്ട് എന്ത് വരും, 10, 20. ഇതൊക്കെയാണോ? ഓക്കെ ആണോ? ഓക്കെ, ഇതൊരു മെത്തേഡ്, ഒബ്ജക്റ്റിന്റെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യുന്ന ഒരു മെത്തേഡ്. ഇനി വേറൊരു വേ എന്തായിരിക്കും, എനിക്ക് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് വാല്യൂ ഇനീഷ്യലൈസ് ചെയ്തൂടെ. അതായത് വോയിഡ് ഡിസ്പ്ലേ, ഇൻസൈഡ് എന്താ, എയുടെ വാല്യൂ 10, ബിയുടെ വാല്യൂ 20, സി ഔട്ട് എ, സി ഔട്ട് ബി, ദെൻ ക്ലാസ് ഇവിടെ ക്ലോസ് ചെയ്യാണ്. ദെൻ ഇൻറ്റ് മെയിൻ a obj, then obj dot display, obj dot display. ഓക്കെ, ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നു, രണ്ട് മെമ്പേഴ്സിന്റെ എ ആൻഡ് ബി, ദെൻ ഒരു ഫംഗ്ഷൻ ഡിസ്പ്ലേ. ഇപ്പോൾ ഡിസ്പ്ലേന്റെ ഇൻസൈഡ് എന്താ, എയുടെ വാല്യൂ 10, ബിയുടെ വാല്യൂ 20 സെറ്റ് ചെയ്യുന്നു, ദെൻ വാല്യൂ പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ മെയിൻ ഫംഗ്ഷൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ദെൻ obj.display കോൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും, കൺട്രോൾ ഇവിടത്തേക്ക് വരും അല്ലേ. ദെൻ എയുടെ വാല്യൂ 10, ബിയുടെ വാല്യൂ 20. അപ്പൊ ഈ ഒരു വാല്യൂ എന്തായിരിക്കും, എനിക്ക് ഒബ്ജക്റ്റിന്റെ ഡാറ്റ മെമ്പേഴ്സിനെ ഇനീഷ്യലൈസ് ചെയ്യാം. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ എഴുതിയ ഫംഗ്ഷൻ ഏത് ടൈപ്പാണ്? ഇവിടെ ഒരു ആർഗ്യുമെന്റ് ഒന്നും പാസ് ചെയ്യുന്നില്ല അല്ലെ. അപ്പൊ നോ ആർഗ്യുമെന്റ് ആണ്. നിങ്ങൾക്കറിയാം ഫംഗ്ഷൻ നിങ്ങൾ കുറെ 4 ടൈപ്പ് പഠിച്ചിട്ടുണ്ട്. ഈ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, നോ ആർഗ്യുമെന്റ് ആൻഡ് നോ റിട്ടേൺ വാല്യൂ. ഓക്കെ, ദെൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഒബ്ജക്റ്റിനെ ഇനീഷ്യലൈസ് ചെയ്യാം. ഇതിന്റെ വേറൊരു എക്സാമ്പിൾ ആണിത്. ഓക്കെ, സോ ഇവിടെ ഒരു ക്ലാസ് ഉണ്ട്, then data members a and b which is public, then ഒരു ഫംഗ്ഷൻ ഡിസ്പ്ലേ. ഓക്കെ, ഈ ഫംഗ്ഷന്റെ കൂടെ എന്താ, ആർഗ്യുമെന്റ് കൂടി ഉണ്ട് അല്ലേ. ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്, ആർഗ്യുമെന്റ് ഉണ്ട്, സി ആൻഡ് ഡി. ഓക്കെ, ഫംഗ്ഷൻ ഓപ്പൺ ക്ലോസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇൻറ്റ് മെയിൻ, ദെൻ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ദെൻ എങ്ങനെ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്, obj.display. അപ്പൊ ഞാനിവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ആർഗ്യുമെന്റ് ഉണ്ട് അല്ലെ, സി എൻ ടി. അപ്പൊ കോൾ ചെയ്യുമ്പോൾ എന്താണ്, ആർഗ്യുമെന്റ് പാസ് ചെയ്യണം അല്ലെ, വാല്യൂ പാസ് ചെയ്യണം. obj.display ഓഫ് 2,3. ഓക്കെ, ഞാൻ ഡയറക്റ്റ് ഇവിടെ വാല്യൂ കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ, ഞാൻ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാം. obj.display 2,3 കോൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും, കൺട്രോള് ഇവിടത്തേക്ക് വരും. ഓക്കെ, now the value of c equal to 2, value of d equal to
3. ഓക്കെ, ഇനി ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി, എ ഈക്വൽ ടു സി, ബി ഈക്വൽ ടു ഡി. സിയുടെ വാല്യൂ എന്താണ് 2, അത് എവിടെ സ്റ്റോർ ചെയ്യും? എയിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, ദെൻ ഡിയുടെ വാല്യൂ എന്താ 3, അത് എവിടെ സ്റ്റോർ ചെയ്യും? ബിയിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഡാറ്റ മെമ്പറിന്റെ വാല്യൂ, എയുടെ വാല്യൂ എന്തായി 2, ഡിയുടെ വാല്യൂ എന്തായി 3. ഓക്കെ, ദെൻ സി ഔട്ട് എ ബി എന്ന് പറയുമ്പോൾ ഔട്ട് എന്തായിരിക്കും? 2, 3. ഈ ഒരു എക്സാമ്പിളിന്റെ കേസിൽ എന്താ, ഞാൻ ഫംഗ്ഷന്റെ ഇൻസൈഡ് തന്നെയാണ് ഇത് വാല്യൂഡ് അസൈൻ ചെയ്യുന്നത്, അതായത് ഒരു ആർഗ്യുമെന്റും പാസ് ചെയ്യുന്നില്ല. ബട്ട് ഹിയർ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോഴെന്താണ്, വാല്യൂ ഞാൻ പാസ് ചെയ്യുന്നുണ്ട്. ആ വാല്യൂ ആണ് എന്ത്, എ ആൻഡ് ബിയിൽ അസൈൻ ചെയ്യുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഇപ്പൊ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എന്താണ്, ഒബ്ജക്റ്റിന് വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യാം, അതായത് ഒബ്ജക്റ്റിന്റെ ഡാറ്റ മെമ്പേഴ്സിന് വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യാം. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നിങ്ങൾ ജസ്റ്റ് കൺസെപ്റ്റ് ഓർത്തിരിക്കുക. ഇനി വേറൊരു മെത്തേഡാണ് ഒബ്ജക്റ്റിന്റെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേറൊരു വേ എന്ന് പറയാം. കൺസ്ട്രക്ടർ, യൂസിങ് കൺസ്ട്രക്ടർ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ആക്ച്വലി ഒരു കൺസ്ട്രക്ടർ എന്ന് വെച്ചാൽ ഇസ് എ സ്പെഷ്യൽ മെമ്പർ ഫംഗ്ഷൻ. C++ലുള്ള ഒരു സ്പെഷ്യൽ മെമ്പർ ഫംഗ്ഷൻ ആണ് എന്ത്, കൺസ്ട്രക്ടർ എന്ന് പറയാം. ഓക്കെ, ഇതൊരു ഫംഗ്ഷൻ തന്നെയാണ്. ഇതിന്റെ പർപ്പസ് എന്താണ്, ടു ഇനീഷ്യലൈസ് ദി ഒബ്ജക്ട്സ്. ഓക്കെ, ഇപ്പൊ കൺസ്ട്രക്ടർ ഈസ് എ സ്പെഷ്യൽ മെമ്പർ ഫംഗ്ഷൻ ഇൻ C++. It is used to initialize the objects. That means its data members. ഓക്കെ, അതായത് നമ്മൾ ഈ ഒരു കേസിലൊക്കെ എന്താണ്, വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി ആ ഒരു കോഡ് അവിടെ എഴുതണം, അല്ലെ? അപ്പോൾ ത്രൂ ഫംഗ്ഷൻ ആണെങ്കിൽ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, എക്സ്പ്ലിസിറ്റ്ലി ആ ഫംഗ്ഷനെ കോൾ ചെയ്യണം. കോൾ ചെയ്താൽ മാത്രമാണ് എന്ത്, ഇവിടെ വാല്യൂ അവിടെ ഇനീഷ്യലൈസ് ചെയ്യാൻ പറ്റും, അല്ലേ? ഓക്കെ ആണോ കൺസെപ്റ്റ്? അതായത് ഞാൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടും ഡയറക്റ്റ് ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടും വാല്യൂ അസൈൻ ചെയ്യണമെങ്കിൽ എക്സ്പ്ലിസിറ്റ്ലി ഞാൻ അവിടെ ആ ഒരു കോഡ് അവിടെ എഴുതണം, അല്ലെങ്കിൽ ആ ഫംഗ്ഷന് ഞാൻ കോൾ ചെയ്യണം, അല്ലേ? കോൾ ചെയ്യണ്ടേ? ഓക്കെ, ബട്ട് കൺസ്ട്രക്ടർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിനെ എക്സ്പ്ലിസിറ്റ്ലി ഒന്നും കോൾ ചെയ്യണ്ട. അതായത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഒരു ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, സേ എന്ന് പറയുന്ന ക്ലാസ് ആണ് അതിന്റെ ഒബ്ജക്റ്റ് എ. ഈ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്താണ്, ആ കൺസ്ട്രക്ടർ ഓട്ടോമാറ്റിക്കലി എന്താണ്, ഇൻവോക്ക് ആവും. ദെൻ ഒബ്ജക്റ്റിന് വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യും. ഓക്കെ, നമ്മൾ എപ്പോഴാണോ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോഴെന്താണ്, ആ ഒരു കൺസ്ട്രക്ടർ അവിടെ ഇൻവോക്ക് ചെയ്യും, ഒബ്ജക്റ്റിന്റെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യും, ഡാറ്റ മെമ്പേഴ്സിന്റെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യും. ഓക്കെ, സോ അതുകൊണ്ട് ഇതിനൊരു നെയിം കൊടുക്കുന്നുണ്ട്, ഓട്ടോമാറ്റിക് ഇനീഷ്യലൈസേഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഓട്ടോമാറ്റിക് ഇനീഷ്യലൈസേഷൻ ഓഫ് ഒബ്ജക്ട്സ്. കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് എന്താ, ഇസ് എ സ്പെഷ്യൽ മെമ്പർ ഫംഗ്ഷൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇനീഷ്യലൈസ് ദ ഒബ്ജക്റ്റ്. ഓക്കെ, ഇതെപ്പോഴാണ് ഇൻവോക്ക് ചെയ്യുന്നത്, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്താണ്, അത് ഇൻവോക്ക് ചെയ്യും. ദെൻ ഡാറ്റ മെമ്പേഴ്സിന്റെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യും. ഓക്കെ, ദെൻ ഇതിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, ദ ഫസ്റ്റ് വൺ, they should be declared in the public section. അതായത് നിങ്ങൾക്ക് അറിയാം, ആക്സസ് മോഡിഫയർ ഒക്കെ എന്തൊക്കെയുണ്ട്, പബ്ലിക് ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്, ദെൻ പ്രൊട്ടക്റ്റഡ്. ഓക്കെ, ബട്ട് എപ്പോഴും കൺസ്ട്രക്ടർ എന്താ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് പബ്ലിക് സെഷനിൽ വേണം ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ they do not have any return type, not even void. ഞാൻ പറഞ്ഞു കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് എന്താ, ഒരു സ്പെഷ്യൽ മെമ്പർ ഫംഗ്ഷൻ ആണ്.
അപ്പൊ നിങ്ങൾക്കറിയാം ഏതൊരു ഫംഗ്ഷൻ ആണെങ്കിലും അതിന്റെ സിന്റാക്സ് എങ്ങനെയായിരുന്നു? റിട്ടേൺ ടൈപ്പ് ഒരു ഫംഗ്ഷൻ നെയിം, റൈറ്റ്? ബട്ട് കൺസ്ട്രക്ടറിന്റെ കേസിൽ എന്താ? അതിന് റിട്ടേൺ ടൈപ്പ് ഉണ്ടാവില്ല. ഇതൊരു കൺസ്ട്രക്ടർ ആണ്, ഇതിനെന്താണ്? റിട്ടേൺ ടൈപ്പ് ഉണ്ടാവില്ല. സെയിം ഫംഗ്ഷൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ആക്ട് ചെയ്യുക, ബട്ട് എന്താ? അതിന് റിട്ടേൺ ടൈപ്പ് ഉണ്ടാവില്ല. Okay, and third one, they are invoked automatically when the objects are created. നിങ്ങൾക്കറിയാം ഒരു ഫംഗ്ഷൻ നിങ്ങൾ ഡിഫൈൻ ചെയ്തു, ആ ഫംഗ്ഷൻ എപ്പോഴാണ് ഇൻവോക്ക് ചെയ്യുന്നത്? അതിനെ കോൾ ചെയ്യുമ്പോഴല്ലേ. ഹിയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിനെപ്പോഴും ഇൻവോക്ക് ചെയ്യുന്നത്? ആ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ, റൈറ്റ്? ബട്ട് കൺസ്ട്രക്ടറിന്റെ കേസിൽ എന്താ? അതിനെ ഞാൻ കോൾ ചെയ്യണ്ട, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്താണ്? ഓട്ടോമാറ്റിക്കലി ആ ഒരു കൺസ്ട്രക്ടർ ഇൻവോക്ക് ചെയ്യും. Then they cannot be inherited. അതായത് ഈ ഒരു കൺസ്ട്രക്ടർ നമുക്ക് വേറൊരു ക്ലാസ് നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റില്ല. Then they can have default arguments. ഇപ്പൊ നിങ്ങൾ ഫംഗ്ഷന്റെ കേസിൽ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഡീഫോൾട്ട് ആർഗ്യുമെന്റ് എന്താണ് പർപ്പസ് എന്ന്. അതുപോലെ കൺസ്ട്രക്ടറിന് എന്താണ്? ഡീഫോൾട്ട് ആർഗ്യുമെന്റ്സ് ഉണ്ടാവാം. ഓക്കെ, the last one, the name should be same as class name. The name should be same as class name. അതായത് കൺസ്ട്രക്ടറിന്റെ നെയിമും ക്ലാസ് നെയിം എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. കൺസ്ട്രക്ടറിന്റെ നെയിമും ക്ലാസ് നെയിമും സെയിം ആയിരിക്കണം. ഇത്രയും ഓക്കെ ആണോ? ഞാൻ പ്രോഗ്രാം പറയാം. എന്തൊക്കെയാണ് കൺസ്ട്രക്ടറിന്റെ പ്രോപ്പർട്ടീസ്? എന്തൊക്കെയാണ് കൺസ്ട്രക്ടർ? എന്താണ്? വാട്ട് യു മീൻ ബൈ കൺസ്ട്രക്ടർ? എന്തിനാ കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത്? ഒബ്ജക്റ്റിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് എന്താ? ഒരു മെമ്പർ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ നോർമലി നമ്മളൊരു ഫംഗ്ഷനൊക്കെ ഇൻവോക്ക് ചെയ്യുന്നത് എങ്ങനെയാ? ആ ഫംഗ്ഷനെ ഡയറക്ട്ലി കോൾ ചെയ്യണം. ഓക്കെ, അപ്പൊ കൺസ്ട്രക്ടറിന്റെ കേസിൽ എന്താ? കൺസ്ട്രക്ടർ എപ്പോഴും ഇൻവോക്ക് ചെയ്യുന്നത്? എപ്പോഴായിരിക്കും കൺസ്ട്രക്ടർ ഇൻവോക്ക് ചെയ്യുന്നത്? ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, എന്തൊക്കെയാ കൺസ്ട്രക്ടറിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഞാനൊരു പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാം. കൺസ്ട്രക്ടറിന്റെ ഫംഗ്ഷൻ എന്താണ്? ടു ഇനീഷ്യലൈസ് ദി ഒബ്ജക്റ്റ്. ഓക്കെ, സോ ഹിയർ ഒരു ക്ലാസ് ഉണ്ട് എ, ദെൻ 2 മെമ്പേഴ്സ് എ ആൻഡ് ബി. എനിക്ക് എന്താണ്? എ ആൻഡ് ബിയുടെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യണം. അപ്പൊ ഞാൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇനീഷ്യലൈസ് ചെയ്തൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ എന്താ? ഒരു കൺസ്ട്രക്ടറിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ കൺസ്ട്രക്ടറിന്റെ നെയിമും ക്ലാസ് നെയിമും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഓക്കെ, എ ഫംഗ്ഷൻ ആയതുകൊണ്ട് എന്താ? ഓപ്പൺ ആൻഡ് ക്ലോസ് പാരാന്തീസിസ് ഉണ്ട്. ഓക്കെ, ദെൻ ഓപ്പൺ ചെയ്യുന്നു, കർലി ബ്രേസ് ക്ലോസ് ചെയ്യുന്നു. നോർമലി ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് അതുപോലെ തന്നെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഇൻസൈഡ് ദിസ് കൺസ്ട്രക്ടർ എയുടെ വാല്യൂ 2 ആയി അസൈൻ ചെയ്യുന്നു, ബിയുടെ വാല്യൂ 3 ആയിട്ട് അസൈൻ ചെയ്യുന്നു. ദെൻ എ ആൻഡ് ബിയുടെ വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് വേറൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യാം പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് കൺസ്ട്രക്ടറിന്റെ ഇൻസൈഡ് തന്നെയാണ് വാല്യൂ പ്രിന്റ് ചെയ്യുന്നത്. ദെൻ കൺസ്ട്രക്ടറിനെ ഇവിടെ ക്ലോസ് ചെയ്യാണ്. ദെൻ ക്ലാസ് ഇവിടെ ക്ലോസ് ചെയ്തു, സെമി കോളൻ. ദെൻ നെക്സ്റ്റ് വൺ മെയിൻ ഫംഗ്ഷൻ. ദെൻ ഇവിടെ എന്ത് ചെയ്യുന്നു? ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. നോർമലി ഞാൻ ഇവിടെ ഒരു ഫംഗ്ഷൻ ആണ് എഴുതിയതെങ്കിൽ ഈ ഫംഗ്ഷൻ ഞാൻ എങ്ങനെയാ കോൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞേ. ഞാൻ ഇവിടെ ഒരു ഫംഗ്ഷൻ ആണ് എഴുതിയതെങ്കിൽ എ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ആണ്, ആ ഫംഗ്ഷൻ എങ്ങനെ ഇവിടെ ഇൻവോക്ക് ചെയ്യുന്നത്? ഇൻസൈഡ് ദ മെയിൻ.
എങ്ങനെ ഇൻവോക്ക് ചെയ്യുന്നത്? ക്ലാസിന്റെ മെമ്പേഴ്സിനെ എങ്ങനെ ആക്സസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? Yes or no? അക്ഷയ്, അക്ഷയ, ആര്യ, സാന്ദ്ര, വിപിൻ, തഥാഗത്. നോർമലി നമ്മുടെ ക്ലാസിന്റെ ഇൻസൈഡ് ഡിഫൈൻ ചെയ്ത ഒരു ഫംഗ്ഷനെ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്? ക്ലാസിന്റെ ഒബ്ജക്റ്റ് ഡോട്ട് ദാറ്റ് ഫംഗ്ഷൻ അല്ലേ കോൾ ചെയ്യുന്നത്? അല്ലേ? ഓക്കെ, സോ ഇവിടെ എന്താ എ എന്ന് പറഞ്ഞ കൺസ്ട്രക്ടർ ആണ്, ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ എനിക്ക് ഇതിനെ obj ഡോട്ട് എ എന്ന് കോൾ ചെയ്യണ്ട. കാരണം ഞാനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്താണ്, ഓട്ടോമാറ്റിക്കലി ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യും, ഇൻവോക്ക് ചെയ്യും. ദെൻ എയുടെ വാല്യൂ 2 ആയിട്ട് അസൈൻ ചെയ്യും, ബിയുടെ വാല്യൂ 3 ആയിട്ട് അസൈൻ ചെയ്യും. ദെൻ സി ഔട്ട് എ ബി ചെയ്താൽ ഔട്ട് എന്തായിരിക്കും? 2, 3. ഓക്കെ ആണോ? ഒരു കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ സ്പെഷ്യൽ മെമ്പർ ഫംഗ്ഷൻ. കൺസ്ട്രക്ടറിന്റെ നെയിമും ക്ലാസ് നെയിം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ കൺസ്ട്രക്ടറിനെ എപ്പോഴാണ് ഇൻവോക്ക് ചെയ്യുന്നത്? ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ആ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് കൺസ്ട്രക്ടർ ഓട്ടോമാറ്റിക്കലി ആയിട്ട് ഇൻവോക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കൺസ്ട്രക്ടർ എന്താ, റിട്ടേൺ ടൈപ്പ് ഉണ്ടാവില്ല. കൺസ്ട്രക്ടർ നമ്മൾ എപ്പോഴും എവിടെ ഡിഫൈൻ ചെയ്യേണ്ടത്? ഇൻസൈഡ് ദ പബ്ലിക്. ഓക്കെ, അപ്പൊ ഞാൻ ഫംഗ്ഷന്റെ കേസ് പറയുമ്പോൾ നമുക്ക് ഫംഗ്ഷനെ 2 വേറെ ഡിഫൈൻ ചെയ്യാം. ഒന്ന് എന്താണ്, ഇൻസൈഡ് ദ ക്ലാസും സെക്കൻഡ് വൺ ഔട്ട്സൈഡ് ദ ക്ലാസും. അതുപോലെ തന്നെ കൺസ്ട്രക്ടർ എന്താന്ന് നിങ്ങൾക്ക് ഇൻസൈഡ് ദ ക്ലാസും ഡിഫൈൻ ചെയ്യാം, ഔട്ട്സൈഡ് ദ ക്ലാസും ഡിഫൈൻ ചെയ്യാം. സോ എങ്ങനെയായിരിക്കും ഔട്ട്സൈഡ് ദ ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നത്? ക്ലാസ് എ പബ്ലിക് ഇന്റ് എ ഇന്റ് ബി. ഇവിടെ എന്ത് ചെയ്യും, കൺസ്ട്രക്ടറിനെ ഡിക്ലെയർ ചെയ്യും, ജസ്റ്റ് ഡിക്ലറേഷൻ മാത്രം. ഓക്കെ, ദെൻ ഞാൻ ക്ലാസ്സിനെ ഇവിടെ ക്ലോസ് ചെയ്യും. ഇനി എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് കൺസ്ട്രക്ടറിന്? ഐ മീൻ ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? ഫംഗ്ഷന്റെ റിട്ടേൺ ടൈപ്പ്, ദെൻ ക്ലാസ് നെയിം, സ്കോപ്പ് റിസൊല്യൂട്ട് ഓപ്പറേഷൻ, സോറി ഓപ്പറേറ്റർ, ദെൻ ഫംഗ്ഷൻ നെയിം അല്ലേ? എ ആണെങ്കിൽ ഫംഗ്ഷൻ നെയിം, ദെൻ ഇവിടെ ഡിഫൈൻ ചെയ്യും. ഓക്കെ, അപ്പൊ കൺസ്ട്രക്ടറിന്റെ കേസിൽ എന്താ, റിട്ടേൺ ടൈപ്പ് ഇല്ല അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് നെയിം, ദെൻ എന്താ ഫംഗ്ഷന്റെ നെയിം, കൺസ്ട്രക്ടറിന്റെ നെയിം എന്താ, എ. ഓക്കെ, ദെൻ കേർലി ബ്രേസ് ഓപ്പൺ ചെയ്യും, കേർലി ബ്രേസ് ക്ലോസ് ചെയ്യും. ദെൻ ഇനീഷ്യലൈസ് ദ വാല്യൂ ഓഫ് എ ഈക്വൽ ടു 2, ദെൻ ബി ഈക്വൽ ടു 3. ജസ്റ്റ് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, അത് പ്രിന്റ് ചെയ്യാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് മെയിൻ ഫംഗ്ഷൻ. ദെൻ ഇവിടെ എന്ത് ചെയ്യും,
Hello? 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 Audible അല്ലേ? ഇതൊക്കെയാണോ? കൺസ്ട്രക്ടർ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഔട്ട്സൈഡ് ദ ക്ലാസ്സും ഇൻസൈഡ് ദ ക്ലാസ്സും ഒക്കെയാണോ? ഓക്കെയാണോ? Okay. So the next one, types of constructor. So there are three types of constructor. The first one, default constructor. The second one, parameterized constructor. And third one, copy constructor. Default, parameterized, and copy constructor. Then first one, default constructor. ഓക്കെ, ഇപ്പൊ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് എന്താ, ഒരു ഫംഗ്ഷൻ ആണ് അല്ലേ. അപ്പൊ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താ, അതിന്റെ കൂടെ നമ്മൾ ആർഗ്യുമെന്റ് പാസ് ചെയ്യും. ഓക്കെ, ഇൻ കേസ് നമ്മൾ ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്ത് പറയും, ഡീഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറയും. ഓക്കെ, നോർമലി ഒരു ഫംഗ്ഷൻ ആർഗ്യുമെന്റ് നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്, ഒരു ഫംഗ്ഷന്റെ കൂടെ ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നില്ല, നമ്മൾ എന്ത് പറയും, ഡീഫോൾട്ട് ഫംഗ്ഷൻ എന്ന് പറയും അല്ലെ, നോ ആർഗ്യുമെന്റ് എന്ന് പറയും. അതുപോലെ എ കൺസ്ട്രക്ടർ വിത്ത് നോ ആർഗ്യുമെന്റ് ഇസ് നോൺ ആസ് ഡീഫോൾട്ട് കൺസ്ട്രക്ടർ. അപ്പൊ അതിന്റെ എക്സാമ്പിൾ എന്താ, നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ. ക്ലാസ് എ, ദെൻ പബ്ലിക്, രണ്ട് മെമ്പേഴ്സ് ഉണ്ട് എ ആൻഡ് ബി, ഒരു കൺസ്ട്രക്ടറിനെ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നു. ദെൻ ഇവിടെ എന്താ, ഒരു ആർഗ്യുമെന്റും പാസ് ചെയ്യുന്നില്ല. ഓക്കെ, then എയുടെ വാല്യൂ 2 ആയി അസൈൻ ചെയ്യുന്നു, ബിയുടെ വാല്യൂ 3 ആയി അസൈൻ ചെയ്യുന്നു, സി ഔട്ട് എ ബി. ഓക്കെ, നൗ ഇൻസൈഡ് ദ മെയിൻ ഫംഗ്ഷൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താ, കൺസ്ട്രക്ടറിനെ ഇൻവോക്ക് ചെയ്യുന്നു, എയുടെ വാല്യൂ 2, ബിയുടെ വാല്യൂ 3 ആയിട്ട് അസൈൻ ചെയ്യുന്നു, ദെൻ വാല്യൂ പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ എന്താണ്, ഒരു ആർഗ്യുമെന്റും എഴുതുന്നില്ല, അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഇറ്റ്സ് എ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ. Is it clear? Default okay ആണോ? Suppose ഞാൻ പ്രോഗ്രാം എഴുതുമ്പോൾ ഈ ഡീഫോൾട്ട് കൺസ്ട്രക്ടറിനെ എക്സ്പ്ലിസിറ്റ്ലി ആയിട്ട് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ, ഓക്കെ, എക്സ്പ്ലിസിറ്റ്ലി ആയിട്ട് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ കമ്പൈലർ എന്താന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ഒരു ഡീഫോൾട്ട് കൺസ്ട്രക്ടറിനെ ഇവിടെ ഡിഫൈൻ ചെയ്യും. അതായത് ക്ലാസ് എ പബ്ലിക് int a int b ക്ലാസ് ഇവിടെ ക്ലോസ് ചെയ്യാണ്, then int main
റിട്ടേൺ 0. ഓക്കെ, അപ്പൊ ഞാനിവിടെ എന്താ ഒരു കൺസ്ട്രക്ടറിനെ ഡിഫൈൻ ചെയ്തിട്ടില്ല. ബട്ട് ഞാൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കമ്പൈലർ എന്താ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്താ ഒരു ഡീഫോൾട്ട് കൺസ്ട്രക്ടറിനെ ക്രിയേറ്റ് ചെയ്യും. ദെൻ എയുടെയും ബിയുടെയും വാല്യൂ എന്താണ് ഇനീഷ്യലൈസ് ചെയ്യും. ഡിഫോൾട്ട് ആയിട്ട് വാല്യൂ 0 ആയിരിക്കും. അതായത് ഒരു പ്രോഗ്രാമർ എക്സ്പ്ലിസിറ്റ്ലി ഒരു ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനെ ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ കമ്പൈലർ എന്തായിരിക്കും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ഒരു ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനെ ഡിഫൈൻ ചെയ്യും. ദെൻ അതിലെ ഡാറ്റ മെമ്പേഴ്സിന്റെ വാല്യൂ ഡിഫോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്യും. ഡിഫോൾട്ട് വാല്യൂ ഇൻഡിജറിന്റെ ഡിഫോൾട്ട് വാല്യൂ 0 ആണ്. ഇത് ഓക്കെ ആണോ? ഓക്കെ ആണോ? The next one, parameterized constructor. ഡിഫോൾട്ട് കൺസ്ട്രക്ടറിന്റെ കേസിൽ എന്താ കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്യുമ്പോൾ ഒരു ആർഗ്യുമെന്റ് ഒന്നും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നില്ല, ഡിക്ലെയർ ചെയ്യുന്നില്ല അല്ലെ. ബട്ട് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിന്റെ കേസിൽ എന്താണ് അവിടെ ആർഗ്യുമെന്റ് നമ്മൾ ആഡ് ചെയ്യും. എക്സാമ്പിൾ നോക്കുക. ഹിയർ എ ഫംഗ്ഷൻ എ ക്ലാസ് എ, ദെൻ രണ്ട് മെമ്പേഴ്സ് ഉണ്ട് എ ആൻഡ് ബി. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഒരു കൺസ്ട്രക്ടറിനെ ക്രിയേറ്റ് ചെയ്യാണ് എ. സോ കൺസ്ട്രക്ടർ ഇൻസൈഡ് എന്താ രണ്ട് പാരാമീറ്ററിനെ ആഡ് ചെയ്യുന്നു, സി ആൻഡ് ഡി. ഓക്കെ, ദെൻ ഇൻസൈഡ് എന്താ സിയിലെ വാല്യൂ എവിടത്തേക്ക് അസൈൻ ചെയ്യുന്നു, എയിൽ അസൈൻ ചെയ്യുന്നു. ഡിയുടെ വാല്യൂ ബിയിൽ അസൈൻ ചെയ്യുന്നു. ദെൻ സി ഔട്ട് എ ബി. കൺസ്ട്രക്ടറിനെ ഇവിടെ ക്ലോസ് ചെയ്യാണ്, ക്ലാസ്സിനെ ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് മെയിൻ ഫംഗ്ഷൻ. നോർമലി ഞാൻ ഒബ്ജക്റ്റിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് എ ഒ ബി ജെ. സോ ഇങ്ങനെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏത് കൺസ്ട്രക്ടർ ആണ് ഇൻവോക്ക് ചെയ്യുന്നത്, ഡീഫോൾട്ട് കൺസ്ട്രക്ടർ ആണ് ഇൻവോക്ക് ചെയ്യുന്നത്. ഞാൻ ഇതിന്റെ കൂടെ എന്താ രണ്ട് വാല്യൂയും കൂടി പാസ് ചെയ്യാണ്, 2 and 3. ഇതെന്താ ഇങ്ങനെ ഞാൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ആണ് എന്ത് ഇൻവോക്ക് ചെയ്യുന്നത്. ആ കൺസ്ട്രക്ടറിൽ എത്ര ആർഗ്യുമെന്റ് ഉണ്ട്, 2 ആർഗ്യുമെന്റ് ഉണ്ട്. അപ്പൊ ഞാൻ എ ഒ ബി ജെ 2,3 കോൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും ഓട്ടോമാറ്റിക്കലി പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ഇൻവോക്ക് ആവും. സിയുടെ വാല്യൂ എന്താവും 2, ഡിയുടെ വാല്യൂ എന്താവും 3 ആവും. ഓക്കെ, നൗ അസൈൻ ദ വാല്യൂ സി ഇൻടു എ. എയുടെ വാല്യൂ എന്തായി 2. ദെൻ ഡിയുടെ വാല്യൂ എന്താ 3, അതെവിടെ അസൈൻ ചെയ്യും, ബിയിൽ അസൈൻ ചെയ്യും. ഓക്കെ, ദെൻ സി ഔട്ട് എ ബി ചെയ്താൽ വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് 2, 3. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സപ്പോസ് ഈ ഒരു പ്രോഗ്രാമിൽ ഒരു ഡീഫോൾട്ട് കൺസ്ട്രക്ടർ കൂടി ഉണ്ട്. ഓക്കെ, എ ഈക്വൽ ടു 10, ബി ഈക്വൽ ടു 20. ഓക്കെ, ഞാൻ ഇൻസൈഡ് ദ മെയിൻ ഫംഗ്ഷൻ ഫസ്റ്റ് എ ഒ ബി ജെ, നെക്സ്റ്റ് വൺ എ ഒ ബി ജെ 1, 2, 3. ഒരു ഫംഗ്ഷനിൽ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ ഉണ്ട്, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ഉണ്ട്. ഫസ്റ്റ് ഞാൻ എ ഒ ബി ജെ സെമി കോളൻ ഇങ്ങനെ ഞാൻ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏത് കൺസ്ട്രക്ടർ ആയിരിക്കും ഇൻവോക്ക് ആവുന്നത് ഒന്ന് പറഞ്ഞേ. ഏത് കൺസ്ട്രക്ടർ ആയിരിക്കും ഇൻവോക്ക് ആവുന്നത്? എ ഒ ബി ജെ പാരാമീറ്ററൈസ്ഡ് ആണോ, ഡീഫോൾട്ട് കൺസ്ട്രക്ടർ ആണോ?
ഏതായിരിക്കും? ഡീഫോൾട്ട് കൺസ്ട്രക്ടർ ആയിരിക്കും. കാരണം എന്താ, ഞാൻ അവിടെ ആർഗ്യുമെന്റ് ഒന്നും പാസ് ചെയ്യുന്നില്ല. നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ആർഗ്യുമെന്റ് ഒന്നും പാസ് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ്, ഡീഫോൾട്ട് കൺസ്ട്രക്ടർ ആയിരിക്കും ഇൻവോക്ക് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ്, നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ A obj1 2, 3, ദെൻ ഏത് കൺസ്ട്രക്ടർ ആയിരിക്കും ഇൻവോക്ക് ചെയ്യുന്നത്? ഏതായിരിക്കും? പാരാമീറ്ററൈസ്ഡ്. ഓക്കെ ആണോ രണ്ടിന്റെ ഡിഫറൻസ്? ഡീഫോൾട്ടും പാരാമീറ്ററൈസ്ഡും. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. കൺസ്ട്രക്ടർ എന്തിനാ യൂസ് ചെയ്യുന്നത്, കൺസ്ട്രക്ടറിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഡിഫറെന്റ് ടൈപ്സ്. ഓക്കെ, ദെൻ തേർഡ് വൺ കോപ്പി കൺസ്ട്രക്ടർ ആണ്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതുവരെ എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ, സോ എന്താ പറഞ്ഞേ, എന്തൊരു കൺസ്ട്രക്ടർ എന്താണ്, എന്തിനാ കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത്, എങ്ങനെ ഒരു കൺസ്ട്രക്ടറിനെ ക്രിയേറ്റ് ചെയ്യാം. What do you mean by a constructor? കൺസ്ട്രക്ടർ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ആണ് ടു ഇനീഷ്യലൈസ് ദി ഒബ്ജക്ട്സ്. ഓക്കെ, ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം? കൺസ്ട്രക്ടറിന്റെ നെയിമും ക്ലാസ് നെയിമും സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പൊ കൺസ്ട്രക്ടർ എന്താണ്, റിട്ടേൺ ടൈപ്പ് ഉണ്ടാവരുത്. ഓക്കെ, ഒരു കൺസ്ട്രക്ടർ എപ്പോഴാണ് ഇൻവോക്ക് ചെയ്യുന്നത്? ഓക്കെ, ഡിക്ലെയർ ചെയ്യുമ്പോൾ പബ്ലിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യണം. കൺസ്ട്രക്ടർ എങ്ങനെ ഇൻവോക്ക് ചെയ്യുന്നത്? ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ, കൺസ്ട്രക്ടർ ഇൻവോക്ക് ചെയ്യും. ദെൻ ഡിഫറെന്റ് ടൈപ്പ്, default constructor and parameterized constructor, then copy constructor. ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്താ, കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ആർഗ്യുമെന്റ് ഒന്നും ടൈപ്പ് ചെയ്യില്ല. ദെൻ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്താണ്, കൺസ്ട്രക്ടറിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ആർഗ്യുമെന്റ് ആഡ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് അറ്റൻഡൻസ് പ്ലീസ്.